പാറശാലയിൽ കാമുകൻ ഷാരോണിനെ കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരി, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞു. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരെന്ന് കോടതി വിധിച്ചു. അതേസമയം അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. വിവരങ്ങളുമായി ഇപ്പോൾ വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, പാറശാലയിൽ കാമുകൻ ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് തെളിഞ്ഞിരിക്കുന്നു. അതേസമയം അമ്മയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അമ്മാവനും കുറ്റക്കാരനെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് അറിയാൻ? ഹരിത, എന്തായാലും ഒരുപക്ഷെ കേരളക്കരയെ നടുക്കിയ സംഭവത്തിലാണ്, നടുക്കിയ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ ഷാരോൺ കേസിൽ വിധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഒന്നാം പ്രതിയായിട്ടുള്ള ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. രണ്ടാം പ്രതിയായിട്ടുള്ള അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിട്ടുണ്ട്. തെളിവുകളുടെ അഭാവത്തോടെയാണ് അമ്മ സിന്ധുവിനെ വെറുതെ വിട്ടിരിക്കുന്നത്. മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവൻ കുറ്റക്കാരനാണെന്നും കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ തെളിവ് നശിപ്പിക്കൽ എന്ന വകുപ്പുകൾ, അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കലുമായി ബന്ധപ്പെട്ടാണ് അമ്മാവൻ കുറ്റക്കാരനാണെന്ന് എന്തായാലും കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ ഏകദേശം 500-ലധികം പേജുള്ള ഒരു ശിക്ഷാവിധിയുണ്ട്. അതിനുശേഷമായിരിക്കും നാളെ ഈ വിധി പ്രഖ്യാപിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഒരുപക്ഷെ 2 വർഷത്തോളം നീണ്ടു നിന്ന പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ ഈ വിധി വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. 302, 328, 364, 201 എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇനി നാളെയാണ് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത്. ഗ്രീഷ്മയ്ക്കെതിരെ കൊലപാതകം അടക്കമുള്ള കുറ്റങ്ങളാണ് എന്തായാലും തെളിഞ്ഞിരിക്കുന്നത്. ഈ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ കുറ്റക്കാരിയാണെന്ന് കോടതി അടക്കം കണ്ടെത്തിയിരിക്കുന്നത്. രണ്ടാം പ്രതിയായിട്ടുള്ള അമ്മ സിന്ധുവിനെതിരെ സിന്ധുവിനെതിരെ ഗൂഢാലോചന നടത്തിയതിനുള്ള തെളിവുകളില്ല എന്നതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. മൂന്നാം പ്രതിയായിട്ടുള്ള അമ്മാവനെതിരെയും കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഈ തെളിവ് നശിപ്പിക്കൽ പ്രകാരമാണ് ഈ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇനി നാളെയാണ് വിധി വരുന്നത്. ഇന്ന് നാളെയാണ് ശിക്ഷയിൽ വിധി എന്താണ്, അല്ലെങ്കിൽ ശിക്ഷ എന്ന കാര്യത്തിൽ നാളെയാണ് ഇനി വിധി വരുന്നത്. അതിനുശേഷമായിരിക്കും മറ്റു തുടർ നടപടികൾ എന്നാണ് കുടുംബം അടക്കം തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിധി വന്നതിന് ശേഷം തന്നെ ഈ വിധിയിൽ തങ്ങൾക്ക് സന്തോഷമുണ്ട്, പ്രതി കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ വിധിയിൽ തങ്ങൾക്ക് സന്തോഷമുണ്ട്. എന്തെന്നാൽ കൂടി ഈ അമ്മയെ വെറുതെ വിട്ട നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് തന്നെയാണ് ഈ ഷാരോണിന്റെ കുടുംബം അടക്കം തന്നെ നേരത്തെ മാധ്യമങ്ങളോടക്കം വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. 3 പ്രതികളും കുറ്റക്കാരാണ് എന്നത് കണ്ടെത്തണമായിരുന്നു. 3 പ്രതികൾക്കെതിരെയും കുറ്റം ചുമത്തണമായിരുന്നു എന്നടക്കം തന്നെയാണ് ഷാരോണിന്റെ മാതാപിതാക്കളടക്കം തന്നെ നേരത്തെ മാധ്യമങ്ങളെ കണ്ട ശേഷം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ 2022 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടാകുന്നത്. 2022 ഒക്ടോബർ 25 ഷാരോൺ കൊല ചെയ്യപ്പെടുന്നത്. 2022 14 ഇത്തരത്തിൽ ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുന്നതും വിഷം കലർന്ന കഷായം കുടിക്കുന്നതും അവശ്യ നിലയിൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതും. ഒക്ടോബർ 14 ഷാരോൺ അവശ്യനിലയിൽ ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. തുടർന്ന് ഏകദേശം 11 ദിവസത്തോളം തന്നെ ഷാരോൺ ആശുപത്രിയിൽ ചികിത്സ തുടർന്നു. ഒക്ടോബർ 25 ഷാരോൺ കൊല ചെയ്യപ്പെടുന്നത്. ഏകദേശം കൊല നടന്ന 2 വർഷത്തിന് ശേഷമാണ് ഈ വിധി വരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഈ കൊല്ലപ്പെട്ട ഷാരോണും പ്രതി ഗ്രീഷ്മയും തമ്മിൽ വർഷങ്ങൾ നീണ്ടുനിന്ന ഒരു പ്രണയബന്ധമായിരുന്നു. ഏകദേശം 2021 ഇരുവരും ചേർന്ന, അല്ലെങ്കിൽ ഇരുവരും പ്രണയബന്ധത്തിലാകുന്നത്. തുടർന്ന് വർഷങ്ങളോളം ഈ പ്രണയബന്ധം തുടരുന്നു. തുടർന്ന് ഗ്രീഷ്മയ്ക്ക് ഒരു വിവാഹാലോചന വരുന്നു. സൈന്യത്തിൽ നിന്നുള്ള ഒരാളുടെ വിവാഹാലോചനയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഷാരോണിനെ ഒഴിവാക്കണം എന്നൊരു ചിന്തയിലേക്ക് ഗ്രീഷ്മ എത്തുന്നു. അതിനുവേണ്ടിയുള്ള പല വഴികൾ സ്വീകരിക്കുന്നു. എന്നാൽ ഒന്നും തന്നെ നടപ്പായില്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ആദ്യമായി ചെയ്ത ഒരു വഴി എന്ന് പറയുന്നത് ഈ ജ്യൂസിൽ ഈ പാരസെറ്റമോൾ കലർത്തി നൽകുന്നത്. എന്നിട്ട് ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ ഷാരോണിനെ കൊണ്ട് കുടിപ്പിക്കാൻ നോക്കുന്നു. എന്നാൽ അത് കയ്പായതുകൊണ്ട് തന്നെ ഷാരോൺ അത് കുടിക്കാതെ തള്ളി മാറ്റുന്നു. അതിനുശേഷം പിന്നീട് ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന, അല്ലെങ്കിൽ മാസ്റ്റർ പ്ലാനായി തന്നെ ഈ കഷായത്തിൽ വിഷം നൽകുന്ന ഒരു നടപടിയിലേക്ക് ഗ്രീഷ്മ കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഈ പ്രണയബന്ധത്തിൽ നിന്ന് ഒഴിവാകുവാൻ വേണ്ടി ഷാരോണിനോട് പലതവണ നിർബന്ധിച്ചെങ്കിലും ഷാരോൺ അതിനൊന്നും തന്നെ തയ്യാറായില്ല എന്നാണ് ഗ്രീഷ്മ പ്രധാനമായും പറയുന്നത്. കൂടാതെ തന്നെ ഈ രഹസ്യ, അല്ലെങ്കിൽ തന്റെ
പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസ് അടക്കം തന്നെ ഷാരൂണിന്റെ പക്കലുണ്ട്. അതെല്ലാം തന്നെ പലതവണ തരാൻ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും തന്നെ ഷാരൂൺ തന്നില്ല എന്നടക്കം ഗ്രീഷ്മ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനുശേഷമാണ് ഈ പാരസെറ്റമോൾ ജ്യൂസിൽ കലക്കിക്കൊണ്ട് ഷാരൂണിന് നൽകുന്നത്. എന്നാൽ ഷാരൂൺ അത് കുടിക്കാൻ തയ്യാറാകാതെ വരുന്നു. ഈ ജീവിതത്തിൽ നിന്ന് ഷാരൂണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നൊരു ചിന്ത പിന്നീട് ഗ്രീഷ്മയിലേക്ക് വരുന്നു. ഗ്രീഷ്മ തുടർന്ന് ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു. തുടർന്ന് ഈ കഷായത്തിൽ വിഷം നൽകി ഷാരൂണിന് കൊടുക്കുന്നു. പിന്നീട് ഷാരൂൺ ഛർദ്ദിച്ച് അവശ നിലയിലായി തന്നെ വീട്ടിലേക്ക് പോകുന്നു. ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കുമ്പോഴാണ് ഷാരൂൺ മരണപ്പെടുന്നത്. അതിനിടയിൽ തന്നെ ഈ മജിസ്ട്രേറ്റ് അടക്കം തന്നെ ഈ മരണമൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഷാരൂണിനടുത്തേക്ക് എത്തുന്നു. എന്നാൽ ഈ മരണമൊഴിയിൽ പോലും ഈ ഗ്രീഷ്മയെ വിട്ടുകൊടുക്കുന്ന ഒരു നിലപാടായിരുന്നില്ല ഷാരൂണിന് ഉണ്ടായിരുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഗ്രീഷ്മ കഷായം നൽകിയ എന്ന കാര്യം മാത്രമാണ് ഈ മജിസ്ട്രേറ്റിന് നൽകിയ ഒരു മൊഴി എന്ന് പറയുന്നത്. അതിനുശേഷം തൻ്റെ പിതാവിനോടും സുഹൃത്തിനോടുമാണ് ഇത്തരത്തിൽ ഗ്രീഷ്മ തന്നെ ചതിച്ചു എന്നൊരു മൊഴി ഷാരൂൺ നൽകുന്നത്. അതാണ് പിന്നീട് ഈ ഗ്രീഷ്മയിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഗ്രീഷ്മയിലേക്ക് ഈ കേസ് എത്തുന്നതിന് ഒരു വഴി വെക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ആദ്യം പാറശാല പോലീസായിരുന്നു ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഈ കേസ് സ്പെഷ്യൽ ആയിട്ടുള്ള സംഘത്തിന് ഈ ക്രൈംബ്രാഞ്ചിനടക്കം തന്നെ ഈ കേസ് കൈമാറുകയായിരുന്നു. പിന്നീട് ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘമായിരുന്നു ഈ കേസ് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ കേസിലെ ഏറ്റവും വെല്ലുവിളിയായിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കഷായത്തിൽ വിഷം നൽകി ഷാരൂണിന് നൽകിയപ്പോഴും ഈ ആന്തരാവയവങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിൽ വിഷത്തിന്റെ അല്ലെങ്കിൽ അംശം കണ്ടെത്താൻ അടക്കം തന്നെ സാധിച്ചിരുന്നില്ല. തുടർന്ന് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരാണ് ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രംഗത്ത് വരുന്നതും ഈ തെളിവുകളടക്കം തന്നെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളടക്കം തന്നെ ശേഖരിക്കുന്നതും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നതും ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളും ഡിജിറ്റൽ തെളിവുകളുമായി. ശരി വിനയ, പാറശാലയിൽ കാമുകൻ ഷാരൂണിനെ കഷായത്തിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരി എന്ന് തെളിഞ്ഞു. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞിട്ടുണ്ട്. ഗ്രീഷ്മയുടെ വിധി നാളെയാണ്. അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചു. അതേസമയം അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. വിശദാംശങ്ങളാണ് വിനയരാജ് നൽകിയത്. ഇപ്പോൾ സിഒയെയും കുടുംബശ്രീയും ചേർന്നുള്ള വാർത്താ സമ്മേളനം പുരോഗമിക്കുകയാണ്. അതിന്റെ സംസ്ഥാന തലത്തിലുള്ള ആദ്യ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഈ പ്രോഗ്രാം നടക്കുന്നുണ്ട്. എല്ലാ ജില്ലകളിലും നടത്തി അവസാനം അടുത്ത മാർച്ച് മാസത്തിൽ ഇതിന്റെ സംസ്ഥാനതല പ്രോഗ്രാം നടക്കും. ഈ സംസ്ഥാനതല പ്രോഗ്രാം നടക്കുന്നത് വരെയുള്ള ജില്ലാതലത്തിലുള്ള എല്ലാ പ്രോഗ്രാമുകളും കേരള വിഷൻ ന്യൂസാണ് കണ്ടക്ട് ചെയ്യുന്നത്. സംസ്ഥാന തലത്തിലുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കൂടി സഹകരണത്തോടു കൂടിയാണ്. ഈ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോട് നടക്കുന്ന പരിപാടി കോഴിക്കോട്